ാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാകില്ല. ആം ആദ്മി പാർട്ടി 20 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ സഖ്യ ചർച്ചകളൊക്കെ നടന്നിരുന്നു. തങ്ങൾ എന്തായാലും ഇന്ന് പട്ടിക പുറത്തിറക്കുമെന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സഖ്യ ചർച്ച പരാജയപ്പെട്ടു പോയത്? അതോ ഇതിന് ശേഷം അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരം എന്ന നിലയ്ക്കൊക്കെയായി മാറുമോ? ദിവിഷ്, പരമാവധി 6 സീറ്റ് നൽകാമെന്ന് മാത്രമാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് പറഞ്ഞിരുന്നത്. പക്ഷേ ചുരുങ്ങിയത് 10 സീറ്റിലെങ്കിലും, അതായത് ഇരട്ട സംഖ്യയെങ്കിലും വേണമെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിയും ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നു. ഇതിൽ ചർച്ചകൾ നീണ്ടു നിന്നു. ഒരു പരിഹാരം കണ്ടെത്തിയില്ല, ഒരു ഒത്തുതീർപ്പായില്ല. തുടർന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിക്കാത്ത ഒരു അവസ്ഥ കൂടി വന്നപ്പോൾ 20 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തിറക്കുകയാണ് ആം ആദ്മി പാർട്ടി. 90 സീറ്റുകളിലേക്കും മത്സരിക്കാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ആം ആദ്മി പാർട്ടി ഹരിയാന അധ്യക്ഷനും അതുപോലെ തന്നെ രാജ്യസഭാ എംപിയുമായിട്ടുള്ള സഞ്ജയ് സിംഗും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചുരുങ്ങിയത് 10 സീറ്റിലെങ്കിലും മത്സരിക്കണമെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം അത് കോൺഗ്രസ് അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഈ സഖ്യ ചർച്ച അത് പരാജയപ്പെട്ടതും. സഖ്യമില്ലാതെ ആം ആദ്മി പാർട്ടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതും 90 സീറ്റുകളിലേക്കും മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി പോയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യഘട്ട പട്ടികയിൽ ശരി, എന്തായാലും ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെ തന്നെ മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകി.